വി ഡി സതീശന്റെ പ്രഖ്യാപനം SDPIയുടെ പിന്തുണ വേണ്ട, അപ്പോൾ അതിൽ എത്രമാത്രം ആത്മാർത്ഥ അദ്ദേഹത്തിനുണ്ട് എന്നാണ് അസിത ആലോചിക്കുന്നത്. SKN വി ഡി സതീശന്റെ പ്രതികരണം വരുമ്പോഴും ഇന്നിപ്പോൾ SDPI നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് KC വേണുഗോപാൽ പറയുന്ന നിലപാട് ഒന്ന്, വി ഡി സതീശൻ പറയുന്ന നിലപാട് മറ്റൊന്ന്. അപ്പോൾ ഇതിൽ ഏതാണ് കോൺഗ്രസിന്റെ UDFന്റെ ശരിക്കുമുള്ള നിലപാട് എന്നതുകൂടിയാണ് അവർ നിലപാട് മാറ്റി പറഞ്ഞിരുന്നു. KC വേണുഗോപാൽ വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശന് മാത്രമാണ് വോട്ട് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവർ തന്നെ ചോദിക്കുന്നത്, ഇതിലേതാണ് കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാടെന്ന്. എല്ലാ കാലത്തും UDFുമായി ബന്ധപ്പെട്ട അവരുടെ സാഹചര്യം ഇത് തന്നെയാണ്. പല നേതാക്കൾ പല അഭിപ്രായങ്ങൾ പറയുന്നതാണ് പൊതുവിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അവർ അതിൽ നിന്നും ഒഴിയുന്ന നിലയാണ് സാധാരണ ഉണ്ടാകുകയും ചെയ്തത്. പിന്നെ ഈ നിയമത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി SDPIയോട് പോയി പിന്തുണ തേടിയതിനെ കുറിച്ചാണ് അവർ പറയുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളോടും ഈ SDPI പിന്തുണയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വി ശിവൻകുട്ടി ആരുടെ വോട്ടും വേണ്ട എന്ന് പറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിനെക്കുറിച്ചായിരിക്കണം SDPI പറയുന്നത് എന്നാണ് തോന്നുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മുഖ്യമന്ത്രി SDPIയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, അവരുടെ പിന്തുണ തേടിയിട്ടില്ല എന്നതുകൂടി പറയുന്നത്. ഇന്നിപ്പോൾ SDPI മുന്നോട്ട് വയ്ക്കുന്നത് കൃത്യമായി വി ഡി സതീശന്റെ നിലപാടിലെ വൈരുദ്ധ്യത്തെ, വി ഡി സതീശന്റെ നിലപാടിലൂടെ കോൺഗ്രസിന്റെ വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ SDPI മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിൽ KC വേണുഗോപാലിന്റെ നിലപാടിനെ മുൻനിർത്തി കൂടിയാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത്. വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് ഇതിൽ ഏതാണ് എന്നുള്ളിടത്താണ് പ്രശ്നം. CPIഎമ്മിനെ സംബന്ധിച്ച് അവർ തരാതരം പോലെ അവരുടെ ബന്ധങ്ങളെ വ്യാഖ്യാനിക്കാറുണ്ട്. അത് മുന്നണി ബന്ധം ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പലതരം വ്യാഖ്യാനങ്ങൾ അവർ നൽകും. ചില പാർട്ടികളെ അവർ വർഗീയമാക്കും, ചില പാർട്ടികൾ അപ്പോൾ വർഗീയമല്ലാതാകും. അത് കേരളം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 93 ഒറ്റപ്പാലത്ത് KR നാരായണൻ ഉപരാഷ്ട്രപതിയായതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ PDPയുടെ പിന്തുണ നേടുന്നതിന് അന്ന് EMS മഹാത്മാഗാന്ധിയുമായിട്ടാണ് അന്ന് ഉപമിച്ചത്. അത് വലിയ അന്ന് വിവാദമായതുമാണ്. അതായത് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാമരാജ്യം എന്ന സങ്കല്പം എങ്ങനെയാണോ ഉപയോഗിച്ചത്, അതുപോലെ അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം മഹത്തായൊരു കാര്യത്തിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് അന്ന് EMS അതിനൊരു സൈദ്ധാന്തികമായ ഭാഷ്യം നൽകുകയും ചെയ്തു. അതിനു മുമ്പ് PDP പിറവിയെടുത്തതൊക്കെ കേരളത്തിന് മുന്നിലുള്ള വസ്തുതയാണ്. ISSൽ നിന്ന് അതൊരു രാഷ്ട്രീയ പാർട്ടിയായി PDP ആയി മാറുന്നതൊക്കെ കേരളം കണ്ടത്.